കുലമാകെ നിന്നെ മറന്ന് തിന്മയെ തേടിടുന്നു, ഇന്നും തിന്മയെ തേടിടുന്നു. ഇരുളിൽ വസിക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: പുരുഷാരമൊക്കെയും വിസ്മയിച്ചു, ഇവൻ ദാവീദിൻ്റെ പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു. കുരുടനും ഊമനുമായ ഒരു ഭൂതഗ്രസ്തനെ യേശുക്രിസ്തു സൗഖ്യമാക്കിയപ്പോൾ അവിടെയുള്ള പുരുഷാരം ആശ്ചര്യപ്പെട്ട് ചോദിക്കുന്ന ചോദ്യമാണ് നാം വായിച്ചു കേട്ടത്. ക്രിസ്തു വിവിധ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തു. അവ വളരെ ആശ്ചര്യജനകമായിരുന്നു. ജനം വിസ്മയിച്ച് ചോദിക്കുകയാണ്, ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ? പ്രവാചകന്മാർ മുമ്പുകൂട്ടി പ്രവചിച്ചിരുന്നതിനൊത്തവണ്ണം യേശു ജനിച്ചു. അവൻ ക്രിസ്തുവാണെന്ന് ബുദ്ധിപരമായി മനസ്സിലാക്കുവാൻ ജനത്തിന് കഴിഞ്ഞു. എന്നാൽ ഈ ധാരണ അവരുടെ ആത്മീയ ജീവിതത്തിൽ ഒരു സ്വാധീനവും ചെലുത്തുന്നില്ല. മനുഷ്യരാശിയെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനാണ് ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചത്. അവർ അവനെ ക്രിസ്തുവായി തിരിച്ചറിഞ്ഞപ്പോൾ അവരുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുവിൻ്റെ അടുക്കൽ വരേണ്ടത് ആവശ്യമില്ലേ? കർത്താവായ യേശു ക്രിസ്തു സർവ്വമാനവരാശിക്കും വേണ്ടി കാൽവറി ക്രൂശിൽ സ്വയം യാഗമായി തീർന്നു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. വിശ്വാസത്തോടെ ഈ ശുഭസന്ദേശം കേൾക്കുന്ന ഏതൊരാളും യേശുവിനെ തൻ്റെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. സുവിശേഷം കേട്ട് വിശ്വസിക്കാത്തവരെ ശിക്ഷാവിധിയിലേക്ക് നയിക്കും. എന്ത് തീരുമാനമെടുക്കുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്?